ചോദിച്ച ഞരമ്പന്മാർക്കെല്ലാം വീട്ടിൽ കയറി പണി കൊടുത്ത വാർത്ത അറിഞ്ഞപ്പോൾ സന്തോഷിച്ചവരാണ് നമ്മൾ മലയാളികൾ. മുലപ്പാൽ ചോദിച്ചവന്മാർക്ക് പണി കിട്ടിയപ്പോൾ ഇതാ അതിലും വലിയ ഒരു ഞരമ്പൻ ഇറങ്ങിയിട്ടുണ്ട്. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട സ്ത്രീകളെ കൂടെ കിടക്കാൻ വിളിച്ചിരിക്കുകയാണ് പുതിയ മാന്യൻ. ഫേക്ക് ഐഡി ഉണ്ടാക്കി ചെറ്റത്തരം പടച്ചുവിട്ടവനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് മലയാളികൾ. മുലപ്പാൽ ചോദിച്ച ചേട്ടന്മാർ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇതിനിടയിലാണ് അവന്മാരെക്കാൾ വലിയ ഒരു ഞരമ്പൻ സോഷ്യൽ മീഡിയയിൽ ഒളിച്ചിരുന്ന് ചെറ്റത്തരം കാണിച്ച് കൂട്ടുന്നത്. ആ മഹാനെ കൂടി തൂക്കാൻ നോക്കിയിരിക്കുകയാണ് മലയാളക്കര മുഴുവനും. അതിന് സൈബർ സെല്ലിന്റെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിജോ പോൾ 999 എന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് വന്നിരിക്കുന്നത്. പലരും ഇതിനോടകം ഇത് കണ്ടിട്ടുണ്ടാകും. ഒരു ഫോട്ടോയും വെച്ചാണ് ഈ കമന്റ് പ്രചരിക്കുന്നതും. കമന്റ് ഇങ്ങനെയാണ്: ഇതിൽ പെണ്ണുങ്ങൾക്ക് മാത്രം എൻ്റെ കൂടെ താമസിക്കാം, സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം, എന്നോട് സഹകരിക്കുകയും വേണം, കിടന്നു തരേണ്ടി വരും. ഇതായിരുന്നു അങ്ങേയറ്റം മോശമായ ആ ഞരമ്പന്റെ കമന്റ്. തുടർന്ന് റിജോ പോളിന്റെ അക്കൗണ്ടിൽ കയറി മലയാളികൾ തെറി അഭിഷേകവും തുടങ്ങി. എല്ലാവരും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ ആ ചിത്രത്തിൽ കാണുന്ന ആളല്ല അങ്ങനെ കമന്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോയും വെച്ച് ഫേക്ക് ഐഡി ഉണ്ടാക്കി മറ്റാരോ ചെയ്തതാണ് ഈ നെറികേട്. ഈ ഫോട്ടോയിലുള്ള ശരിക്കുള്ള റിജോ പോൾ കൽപ്പറ്റയിൽ ദുരിതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഫോട്ടോ വെച്ചുള്ള ഈ കമന്റ് പ്രചരിച്ചതോടെ റിജോ പോൾ നേരിടേണ്ടി വന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുകളും വേദനകളുമാണ്. റിജോ ദുരന്തമുഖത്ത് സന്നദ്ധ പ്രവർത്തനം ചെയ്ത് മാതൃക കാണിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയും വെച്ച് കമന്റ് ഇട്ട് മുണ്ടക്കൈയിലെ സ്ത്രീകളെ അപമാനിച്ചവനെ കണ്ടെത്തുക തന്നെ ചെയ്യണം. ഇത് മലയാളികളുടെ കൂട്ടായ ആവശ്യമാണ്. ഇപ്പോൾ ഇത്ര വലിയ ഒരു ദുരന്തത്തിൽ നിൽക്കുമ്പോൾ സർവ്വതും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുകയാണ് മനുഷ്യർ. മക്കളെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന സ്ത്രീകളെയാണ് അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ അപമാനിച്ചത്. മനുഷ്യകുലത്തിൽ പിറന്ന ഒരുത്തനും ഇങ്ങനെ തരം താഴാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുത്തനെയും വെറുതെ വിടരുത്. പാൽ ചോദിച്ച ചേട്ടന്മാർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്നും ആവശ്യത്തിന് കിട്ടി. കൂടാതെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല കറവയുണ്ടെന്ന് തോന്നുന്നുവെന്ന് കമന്റ് ഇട്ട സുകേഷ് പി മോഹനെതിരെ പോലീസ് കേസെടുത്തു. മൂപ്പർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവളാണ് പറയേണ്ടതെന്ന് കമന്റ് ഇട്ട വിജയ് മൈപ്പീലിക്കെതിരെയും കേസെടുത്തു. ദിവസവും 5 ലിറ്റർ വേണമെന്ന് കമന്റ് ഇട്ട സുരേന്ദ്രൻ ഓവിക്കെതിരെയും കേസെടുത്തു. ഇവന്റെ വൈഫ് ജേഴ്സി പശുവാണോ എന്ന് ചോദിച്ച ബാബുരാജ് വാണിയമ്പലത്തിനും ഉടൻ പാൽ എത്തിക്കാമെന്ന് കുറച്ചുപേർ പ്രതികരിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കായി കൊടുത്തു വരുന്നതേ ഉള്ളൂ, ഉടനെ അങ്ങ് എത്തുമെന്ന് അർത്ഥം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തിരയുന്നത് മുലപ്പാൽ ചോദിച്ചവർക്കെല്ലാം കൊടുത്തോ പണി കൊടുത്തോ എന്നൊക്കെയാണ്. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇതുപോലെയുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുക തന്നെ വേണം. ക്യാമ്പുകളിൽ അലമുറയിട്ട് കരയുകയാണ് കുറെ മനുഷ്യർ. അവർ അതിജീവിച്ച ആ രാത്രിയുടെ ഭയാനകമായ അവസ്ഥയിൽ നിന്നും ഇന്നും അവർ അതിജീവിച്ചിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരായുഷ്കാലത്തെ സമ്പാദ്യം മുഴുവനും പോയി. പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ട് അനാഥരായിപ്പോയ കുറെ മനുഷ്യർ. അവർക്ക് വേണ്ടി മലയാളികൾ മാത്രമല്ല, ലോകം മുഴുവനുമുള്ള നല്ല മനുഷ്യർ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മലയാളികൾ ചിലർ ഇങ്ങനെ നെറികെട്ട കമന്റ് ഇട്ട് അവരെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ആറിലൂടെ ഒഴുകി വരുന്ന കൈയും തലയും കാലും ഒക്കെ വേർപെട്ട മൃതശരീരങ്ങളാണ്. സഹിക്കാൻ കഴിയുന്നില്ല ഈ കാഴ്ചകൾ എന്നാണ് ചാലിയാറിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സംഘത്തിലുള്ളവർ പറഞ്ഞത്. അത്രത്തോളം ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു വന്നവരാണ് ക്യാമ്പിലുള്ളത്. ഈ സമയത്ത് അവർക്ക് ആവശ്യം ആശ്വാസത്തിന്റെ കരങ്ങളാണ്. ആശ്വസിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ദ്രോഹിക്കാതെ ഇരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കുക.